റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥ നിൽക്കുമ്പോൾ യുക്രൈനെ സഹായിക്കാൻ നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്നാൽ റഷ്യ ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറാവുകയാണ്. അമേരിക്കയിലെ ട്രംപ് റഷ്യയുടെ പുടിനോട് സഹകരിച്ചു നിൽക്കുമ്പോൾ അമേരിക്കയുടെ ബാക്കി സേനകൾ മുഴുവൻ യുക്രൈന് സഹായമായി രംഗത്ത് വരികയാണ്. ഇത്രയും വലിയ ഭരണ സംവിധാനമായ അമേരിക്ക രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടി നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ യുദ്ധം എങ്ങോട്ട് പോകും, എന്തായിരിക്കും ഇതിന്റെ അവസാനം എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ്. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മറുവശത്ത് നടക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇത് മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന് ചോദിച്ചത്. ഏതൊക്കെയാണെങ്കിലും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവിട്ടിരിക്കുന്ന ഈ യുദ്ധങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. റഷ്യയുടെ പൊരുതി നിൽക്കാനാകാത്ത പരിതസ്ഥിതിയിലാണ് ഇപ്പോൾ യുക്രൈൻ സേനയെ ബാധിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് അംഗബലമില്ല എന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ യുക്രൈൻ സേന യുദ്ധമുഖത്ത് നേരിടുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ പുതുതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തവരെല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി എന്നുള്ള വാർത്തകളും വരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. സൈന്യത്തിലേക്ക് വേണ്ടത്ര ആളുകളെ ലഭിക്കാതായതോടെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ ഉൾപ്പെടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് സെലൻസ്കി ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. സെലൻസ്കി സർക്കാരിന്റെ സൈനിക പരാജയത്തെക്കുറിച്ച് നിരവധി മാധ്യമങ്ങൾ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ്. 2022-23 കാലഘട്ടത്തേക്കാൾ ഇരട്ടിയിലധികം യുക്രൈൻ സൈനികർ 2024 ഒളിച്ചോടിയതോടെയാണ് ഫിനാൻഷ്യൽ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം യുക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ 60,000 ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും ശ്രദ്ധേയമായ വിവരം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ. യുക്രൈൻ സേനയിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ സൈനികർ തങ്ങളുടെ സേവനം മതിയാക്കി ഒളിച്ചോടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനെ വരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഫലമായി യുക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിൽ മതിയായ കുറവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സെലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷിയെയും കരുത്തിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യതകൾ ഏറെയും. ഒളിച്ചോട്ടം പലർക്കും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി മാറിയിരിക്കുകയാണ്. 2024 യുക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിടാനുള്ള തീരുമാനം മാറ്റിയിരുന്നു. അതേസമയം യുക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. ഇത്തരത്തിൽ പുതുതായി സേനയിൽ ചേർന്ന 50% മുതൽ 70% വരെയുള്ള സൈനികർ 10 ദിവസത്തേക്കുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. ഇത് പുതിയ സൈനികരിൽ ഭയമുണ്ടാക്കുകയും കൂട്ടത്തോടെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായ ഒളിച്ചോട്ട പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്നും ഓരോ മാസവും ശരാശരി 12 യുക്രൈൻ സൈനികർ ഒളിച്ചോടുന്നുവെന്ന് മാനവ വിഭവ ശേഷിയുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ യുക്രൈൻ സായുധ സേനയ്ക്ക് വലിയ തിരിച്ചടികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2002 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം 2 ലക്ഷം സൈനികർ സേനയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് യുക്രൈനിലെ MP അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞിരുന്നു. യുക്രൈൻ സായുധ സേനയിൽ നിലവിൽ 3,50,000 സൈനികർ സജീവമായി യുദ്ധമുഖത്തുണ്ടായിട്ടും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് യുക്രൈൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനാനുഷ്ഠിക്കലും യുക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കാൻ സാധ്യതകൾ ഏറെയാണ്.